ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി ഔ അംരിൻ മിൻ ഇൻദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൊണ്ടുവന്നേക്കാം. അത് എന്താ ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങൾ ജയിക്കുക, ശത്രുക്കൾ പിന്തിരിഞ്ഞു പോവുക. ഒരഭിപ്രായം അങ്ങനെ ഫത്ഹ് അല്ലേ, ഒരു രീതി അങ്ങനെയാണ്. മറ്റൊരു രീതി പറഞ്ഞാൽ ഫത്ഹ് കൊണ്ടുവരില്ല അങ്ങനെ അമ്രിമിന്നി, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വല്ല കൽപ്പന വരും. അള്ളാണ് ഓർഡർ ഇട്ട് എളുപ്പമുണ്ടല്ലോ. ഒന്നുകിൽ നേരിട്ട് അള്ള ഇടപെടും, അല്ലെങ്കിൽ നബിയിലൂടെ ഇടപെടും. യഹൂദികളുടെ ആഗ്രഹങ്ങളൊക്കെ മുറിച്ചു കളയുന്ന യഹൂദികളെ അവരുടെ നാടുകളിൽ നിന്നും നാട് കടത്തപ്പെടുന്ന ആ സമയത്ത് ഫയുസ്ബിഹുൽ മുനാഫിഖൂൻ, ആ സമയത്ത് മുനാഫിഖീങ്ങളാകും, നാദിമീന, ദുഃഖിക്കുന്നവരാകും, ഖേദിക്കുന്നവരാകും. അലാമാ ഹദ്ദസൂ ബിഹി അൻഫുസഹും, അവരുടെ നഫ്സുകളിൽ പറയുന്ന ഒരു കാരണം കൊണ്ട്. അവരുടെ ശരീരങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിനോ എന്നൊക്കെ അവർ പരസ്പരം പറയും. വദാലിക, എന്താണ് സംഭവമെന്നല്ലേ, അന്നഹും കാനൂ യശുക്കൂന ഫി അംരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളവരായിരുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ പറയുമായിരുന്നു, മാ നളുന്നു അൻ യതിമ്മ ലഹു അംറുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കാര്യവും പൂർണ്ണമാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവരുടെ വാദാണ്, നബിക്ക് ഒരു കാര്യവും പൂർണ്ണമാവൂല. ഇക്കൂട്ടക്കാർക്കാണ് രാഷ്ട്രവും ജയവും എല്ലാം ഉണ്ടാവുക. അതിന് ഏറ്റവും അർഹതയുള്ളത്, ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇക്കൂട്ടരാണ്. നബിൻ്റെ ടീമും അല്ല, മറ്റേ ടീമാണ്. എന്തിന്? വിജയത്തിനും രാഷ്ട്രത്തിനൊക്കെ അർഹര് എന്ന് ഇവർ പറഞ്ഞു. അവരിങ്ങനെ പറയുമായിരുന്നു. മറ്റൊരു അഭിപ്രായ പ്രകാരം ഔ അംറിമിൻ എന്തിഹി എന്നുള്ള അള്ളാഹുവിൻ്റെ വാക്ക്, ഔ അംറിമിൻ എന്തിഹി എന്നുള്ള അള്ളാഹുവിൻ്റെ വാക്ക് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെടലാണ്. ബിൽഹാരി അസ്റാറിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ രഹസ്യം വെളിച്ചത്ത് കൊണ്ടുവരൽ കൊണ്ട്, വഖത്ലിഹിം, അവരെ കൊല ചെയ്യൽ കൊണ്ടും, ഫയന്തമു അലാ നിഫാഖിഹിം, അപ്പോൾ അവർ നിഫാഖ് ചെയ്തു എന്ന വിഷയത്തിന്റെ മേലിൽ അവർക്ക് വിരൽ കടിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അതുമാണ് ഔ അംരിൻ മിൻ ഇൻദിഹി എന്ന് മറ്റൊരു അഭിപ്രായം. മനസ്സിലായോ? വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഔ അംറുൻ മിൻ ഇൻദില്ലാ, മിൻ ഇൻദിഹി എന്ന് പറഞ്ഞ അള്ളാഹിന്റെ അടുത്ത് നിന്ന് നേരിട്ട് തന്നെ. ലാ യകൂനു ഫീഹി ലിന്നാസി ഫിഅലുൻ, ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. അള്ളാഹു നേരിട്ട് എന്തെങ്കിലും ശിക്ഷ ഇറക്കും. കബനി നളീർ പോലെ, അല്ലദീന ത്വറഹല്ലാഹു ഫീ ഖുലൂബിഹിം റൂബ, ബനി നളീറിന് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ പേടിയിട്ട് കൊടുത്തു. എന്ത് കാണുമ്പോൾ പേടി. എങ്ങനെ? മനസ്സിലായോ? അതന്നെ. എങ്ങനെ? ഊതൂബി ഐതിഹ്യം, അവരുടെ കൈകളിലാണ് കൊടുക്കപ്പെട്ടു. കൈകളിൽ നേരെ കൊടുക്കപ്പെട്ടു. മിൻവൈരി യൂജിഫ അലൈഹിം ബിഖൈലിൻ വലാ റിക്കാബ്, ഖൈല് മുഖേനയോ റിക്കാബ് മുഖേനയോ, വാഹനങ്ങളോ അല്ലെങ്കിൽ ഖൈലോ, അതിനൊന്നും യാതൊരു എൻട്രൻസും ഇല്ലാതെ, അതുമായി യാതൊരു മീഡിയവുമായി ഒന്നും അല്ലാതെ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനും ഇതൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഖൈലുമ ഉണ്ടാകുമ്പോൾ പേടി, അല്ലെങ്കിൽ വാഹനത്തിനുണ്ടാകുമ്പോൾ പേടി. അങ്ങനെയല്ല, അതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പേടി. അങ്ങനെ ഒരു ശിക്ഷ. ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. ويقول الذين آمنوا, വിശ്വസിച്ച ആളുകൾ പറയും, അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട്
അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത ഇക്കൂട്ടരുണ്ടല്ലോ, ഇക്കൂട്ടരാണോ? എന്താണ് അവർ പറയുന്നത്? ഇന്നഹും ലമാക്കും, അവർ നിങ്ങളോട് കൂടെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാണോ ഇവർ? ഏതവസരത്തിൽ ഹബിദത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്ബഹു ഖാസിരീൻ, അങ്ങനെ അവർ പരാജിതരിൽ പെട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞ്? മുഅ്മിനീങ്ങളൊപ്പം നടന്നിട്ട് മുഅ്മിനീങ്ങളെ പോലെ അങ്ങനെ അഭിനയിക്കും. അങ്ങനെ കുറച്ച് മുനാഫിക്കീങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? എന്നിട്ട് ഓല് പറയും മോമിനിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊപ്പം തന്നെയാണ് നമ്മളെ. സംഭവത്തിലെ മോമിനിങ്ങളൊപ്പമല്ല, ചാരന്മാരെ കാരോല്. അങ്ങനത്തെ ചാരപ്പണി നടത്തിയാൽ അവരുടെ പ്രവർത്തനം പൊളിഞ്ഞു പോകും. ആ മോമിനിങ്ങൾ ഓലോട് പറയാം, ഇവരെ നിങ്ങളേനാ ടീം, നിങ്ങൾ വളവന്മാരേനു അല്ലേ എന്ന് മോമിനിങ്ങൾ അവരോട് പറയും. ഒപ്പം നടന്ന് വഞ്ചിക്കുക എന്നൊക്കെ പറയില്ലേ, ഒപ്പം നടന്ന് ഒറ്റിക്കൊടുക്കുക അല്ലേ. വയഖൂലുല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾ പറയും. വയഖൂലുല്ലദീന ആമനു ഖുരിയ ബിൻ നസ്ബി വയഖൂലല്ലദീന ആമനു. മനസ്സിലായോ? അങ്ങനെയും ഓതിയിട്ടുണ്ട് ബിൻ നസ്ബി ആതുഫൻ അല അയ്യത്തിയ അല്ലേ. വബിർ റഫി, റഫ് കൊണ്ടുണ്ട്. അലാന്നോ കലാമുത്തദിൻ വയഖൂലു. എങ്ങനെ? വയഖൂലു റഫ് കൊണ്ടേ. എവിടെ ഓതിക്കണേ? വയഖൂലു. മനസ്സിലാണ്ടോ? വയഖൂലു കണ്ടോ? വയഖൂല എന്നും ഓതിയിട്ടുണ്ട്, വയഖൂലു എന്നും ഓതിയിട്ടുണ്ട്. മനസ്സിലായോ? ഐ വയഖൂലല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾ പറയും. ഫീ ദാലികൽ വഖത്ത്, ആ സമയത്ത്. വഖുരിയ ഓതപ്പെട്ടിട്ടുണ്ട്. യഖൂലു എന്ന നബി ഒരു വാവില്ലാതെ യഖൂലു എന്ന് ഓതിപ്പെട്ടിട്ടുണ്ട്. വാവില്ലാതെ എന്തോതപ്പെട്ടിട്ടുണ്ട്? യഖൂലു എന്ന് ഓതിയിട്ടുണ്ട്. കണ്ടോ? വയഖൂലു എന്നുള്ളടത്ത് ഇവിടെ കണ്ടോ? വയഖൂലു അവിടെ വാവില്ലാതെ വെറും യഖൂലു എന്ന് ഓതിപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? വയഫി മസാഫി, മക്കയിലും മദീന ഷാമിലൊക്കെ മുസഫുകളിലൊക്കെ അങ്ങനെയാണ്. കദാലിക്ക അല അന്നഹു ജവാബ് ഖായിലിൻ, ഒരു പറയുന്ന ഒരാളുടെ ജവാബായിട്ട് യഖൂലു മാതാ യഖൂൽ മുഅ്മിനൂന ഹീനഇദിൻ, മുഅ്മിനീങ്ങൾ അന്നേരം എന്താ പറയാ? ഫഖീല, അപ്പോൾ പറയപ്പെട്ടു യഖൂലുല്ലദീന ആമനു അഹൗലല്ലദീന അഖ്സമു ജുംല. മനസ്സിലായോ? ഇനി ഫൈൻ കൊൽത്ത, നീ ചോദിക്കപ്പെടുകയാണെങ്കിൽ, നീ ചോദിക്കുകയാണെങ്കിൽ ലിമൻ യഖൂലൂന ഹാദൽ ഖൗല, ഈ ഖൗല് ആരോടാണ് അവർ പറയുക? ഈ പറയപ്പെട്ട ഖൗല് ആരോടാണ് അവർ പറയുന്നതെന്നറിയുമോ നിങ്ങൾക്ക്? അങ്ങനെ ആരോടാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഖുൽതു, ഞാൻ പറയും, ഇമ്മ അൻ യഖൂലഹു ബഅ്ളുഹും ലിബഅ്ളിൻ, അവർ തന്നെ പരസ്പരം പറയുകയാണ്. തഅജ്ജുബൻ മിൻ ഹാലിഹിം, അവരുടെ അവസ്ഥ കണ്ട് അത്ഭുതത്തോടുകൂടെ പറയുകയാണ്. വഖ്തിബാതൻ, അഹങ്കരിച്ചുകൊണ്ടും അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടും. ബിമാ മന്നല്ലാഹു അലൈഹിം മിനത് തൗഫീഖ് ഫിൽ ഇഖ്ലാസ്, ആത്മാർത്ഥമായി കൊണ്ടുള്ള തൗഫീഖ് അവർക്ക് അള്ളാഹു നൽകിയല്ലോ. മുനാഫിക്കിന്റെ സ്വഭാവമില്ലാതെ ഞങ്ങൾ ഈ നിലക്കെത്തിയല്ലോ മുഅ്മിനീങ്ങളായ ഞങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർത്ത് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്ന മുനാഫിക്കീങ്ങളെ ഓർത്ത് അവരുടെ വിഷയത്തിൽ അത്ഭുതപ്പെട്ട് പറയാണ്. പരസ്പരം അങ്ങോട്ടും പറയാം, ഓലയില്ല അങ്ങനെ, മറ്റാൾ ആടാ ഓലേനും അങ്ങനെയും ഓലയും നമ്മളിപ്പം നടന്നു കാണ്ടേ, എന്നാലും നമ്മളോലെ വിശ്വസിച്ച് പോയില്ലേ. എന്താ പൻ ചെയ്യാം, ഓല എപ്പോഴും നമ്മളതേപോലെയുള്ള വർത്താനം, വിസ്തരിട്ട വർത്താനല്ലേ പറയാം എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഓലിപ്പം ഇങ്ങനെ ആയില്ലേ, ആവുലായില്ലതിന് അക്സമില്ലാതെ. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. മറ്റൊരു അഭിപ്രായ പ്രകാരം എന്താ ഉണ്ടെങ്കിൽ പറയണ്ട കേട്ടോ, മറ്റൊരു അഭിപ്രായം. പിന്നെ ആ ഹാവുലായില്ലതിന് അക്സമു എന്നുള്ളത് അവിടെ ഇഗ്ലാദുൽ, അവരുടെ യമീനെ കട്ടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാ. ശക്തമായിട്ട് അവർ വാദിച്ചു, ഞങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെ, അന്നഹും ഔലിയാക്കും, നിങ്ങളുടെ സഹായികളാണ് അവരെന്ന് പറയും ആ മുനാഫിക്കുകളായ ആള്. മുആലിദുക്കും അലൽ കുഫാർ, കുഫാറിനെതിരായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് ശക്തി പകരുന്ന ആളുകളാണ് അവരെ എന്ന് പറയും. മുആലിദുക്കും, നിങ്ങൾക്ക് ശക്തി പകരുന്ന ആളുകളാണ്. ശരിക്കും അലുദ് പറഞ്ഞ തോളാണ് അല്ലേ? ഇന്ന് പോകുന്നതാണ് ഈ മുആലിദുക്കും. തോള് എന്ന് പറഞ്ഞാൽ ശക്തി പകരുന്നതല്ലേ? ഒരാൾ മറ്റൊരാളെ തോളിൽ പിടിച്ച് കാണ്ട് അപ്പോൾ അയാൾക്കൊരു പോകാനൊക്കെ ഒന്നിനും കഴിയാത്ത ആൾക്ക് ശക്തി പകർന്ന് വല്ല വല്ല നടന്നൂടെ അല്ലേ? അതിന്ന് പോകുന്നതാണ് അലുദ്, തോള്. മുആലിദുക്കും അലൽ കുഫാർ. മനസ്സിലായോ? കണ്ടങ്ങള്
മുആലിദൂക്കും അലൽ കുഫാർ വഇമ്മാ യഖൂലുഹു ലിൽ യഹൂദ്, അല്ലെങ്കിൽ അവർ യഹൂദിനോട് പറയാൻ ലിഅന്നഹും ഹലഫൂ ലഹും ബിൽ മുആലദതി വന്നുസ്റതി, കാരണം അവർ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു മുഅ്മിനീങ്ങളോട് ബിൽ മുആലദതി, എന്ത് മുആലദത്ത് കൊണ്ട് പരസ്പരം സഹായിക്കും, ശക്തി പകരും എന്നുള്ളത് കൊണ്ട്, വന്നുസ്റതി സഹായിക്കും എന്നുള്ളത് കൊണ്ടും. കമാ ഹഖല്ലാഹു അൻഹും, അവരെ തൊട്ട് അല്ലാഹു ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. വൈൻ ഖൂതിൽതും ലനൻസുറക്കും, നിങ്ങൾ കൊല്ലപ്പെട്ടാലും നമ്മൾ സഹായിക്കും. നിങ്ങൾക്ക് മുറിയായാൽ മാത്രമല്ലേ നമ്മൾ സഹായിക്കും, നിങ്ങൾ കൊല്ലപ്പെട്ടാലും നമ്മൾ സഹായിക്കും എന്നാണ് ഓല് കമൻ്റ് അടിച്ചിരുന്നു. അതുപോട്ടെ. അപ്പോൾ ഏതായാലും ഹബീദത്ത് അഅ്മാലും, അവരുടെ പ്രവർത്തനം വൃഥാവിലാണ്, പാഴായി പോയിട്ടുണ്ട്. മിൻ ജുംലത്തി ഖൗലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ കൗലിൽപ്പെട്ടതാണ് ഇത്. മുഅ്മിനീങ്ങൾ പറയാണ്, പൊട്ടന്മാര് ഓല പ്രവർത്തനമൊക്കെ അപ്പോൾ വെറുതായില്ലേ, ഹൈസ് ഇത്രയും പണിയെടുത്ത്. ഹബീദത്ത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനം വൃഥാവിലാണ്, പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഐ ബതലത്ത് അഅ്മാലുഹും അല്ലദീന കാനൂ അലൈഹാ യതകല്ലഫൂന ഫീ റഅയി അയുന്നാസ്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ പ്രയാസപ്പെട്ട് ചെയ്ത അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാത്തിലായിട്ടുണ്ട്, തോട്ടിലായി എറിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? വഫീഹി മാന തഅജ്ജുബി, അതിലൊരു തഅജ്ജുബിന്റെ അർത്ഥമുണ്ട്. കാനോക്കില്ല, പറയപ്പെട്ടതുപോലെയാണ് ശരിക്ക്. എന്ത്? മാ അഹ്ബത അമലും ഫമാ ഖസർ, എന്തൊരു അമലാണ് പൊളിഞ്ഞതില്ലേ, എത്രമാത്രം അത്ഭുതം തന്നെ ഓലെ കാര്യം. ഫമാ ഖസറഹും, അവരെ പരാജിതരാക്കിയ കാര്യം എന്തൊന്നാണ്? വല്ലാത്തൊരു കാര്യം തന്നെയാണ് ഓലെ പരാജിതരാക്കിയിട്ടുള്ളത്. വല്ലാത്തൊരു കാര്യം തന്നെയാണ് ഓലെ പ്രവർത്തനം പൊളിയാൻ കാരണമായത്. മാഫല അഫൽ ബിഹി കേട്ടിട്ടില്ലേ? ഫെയിലാ താജിബ് കേട്ടിട്ടില്ലേ? മാഫല അഫൽ ബിഹി. ഔ മിൻ ഖൗലില്ലാഹി അസ്സ വജല്ല, അല്ലെങ്കിൽ അള്ളാഹിന്റെ ഖൗലാണ്, ഷഹാദത്തൻ ലഹും ബിഹുബൂതിൽ അഅ്മാൽ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പൊളിഞ്ഞു പോയി എന്ന് അവർക്ക് സർട്ടിഫൈ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ആണത്. തഅജീബൻ മിൻ സൂഇ ഹാലിഹിം, അവരുടെ മോശത്തരം, ആ ഒരു മോശത്തരം കണ്ടുകൊണ്ട് അള്ളാഹു അത്ഭുതം കൂറുകയാണ്. മനസ്സിലായോ? ആയോ? ശരിക്കും മനസ്സിലാക്കി പഠിച്ചോണ്ടിട്ടോ. ശ്രദ്ധിച്ചോ, നന്നായി പഠിച്ചോണ്ടി, വർക്കോ കൃത്യം അയച്ചോണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ കുറഞ്ഞ കുട്ടികളെന്ന് പറയണില്ല, വളരെ തുച്ഛം എന്ന് തന്നെ പറയാം. വർക്കയച്ചു, എല്ലാവരും വർക്കയക്കണം ഇൻഷാ അല്ലാഹ്. വളരെ പ്രയാസപ്പെട്ടിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണം. അങ്ങനത്തെ ഉസ്താദ്മാരുടെയും ഏറ്റവും ചുരുങ്ങിയ വർക്കയക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.